സ്നേഹനിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായമായ അൽ-ഫാത്തിഹയുടെ പ്രഥമ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൻ്റെ സൂഫി ഭാഷ്യമാണ്. ഇത് ഖുർആനിൽ ഓരോ അധ്യായത്തിൻ്റെയും തുടക്കത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഒന്നൊഴികെ മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായത്തിനിടയിലും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ മഹത്വവും അതിൻ്റെ ചരിത്രവും ബിസ്മിയുടെ സാർവത്രികമായ പ്രയോഗവുമെല്ലാം വളരെ ബൃഹത്താണ്, നിസ്തുലമാണ്. ആ തലത്തിൽ അതിനെ ഒരുപാട് വിശദീകരിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുണ്ട്. എന്നാൽ നമ്മൾ ഈ കുറഞ്ഞ സമയത്തിൽ നമ്മൾ അതിൻ്റെ ഒരു ആധ്യാത്മ ആഴങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ഒരു സൂഫി തലത്തെ അന്വേഷിക്കാനും അതിൻ്റെ ആഴങ്ങളിലെ ജ്ഞാനപ്രകാശത്തെ പുണർന്നറിയാനുമുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സാധാരണയായി പാരമ്പര്യ പരിഭാഷകളിൽ നമ്മൾ നിരന്തരം പഠിച്ച ഭാഷ്യം, അർത്ഥം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഇസ്മോടുകൂടെ, ഇസ്മിൽ അല്ലെങ്കിൽ നാമത്തിൽ, ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമത്തിൽ, അർ റഹ്മാൻ അർ റഹീം. പിന്നെ രണ്ട് വാക്കുകളാണ്, രണ്ടിനും ഒരേ അർത്ഥമാണ്. പരമകാരുണ്യകൻ, കരുണാനിധി. സാമാന്യ പാരമ്പര്യ പരിഭാഷകളിൽ അങ്ങനെ അത് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ വിശദീകരണം ആയിട്ട് പറയുന്നത് അർ റഹ്മാൻ എന്നാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്നവൻ. അർ റഹീം എന്നത് വഴിപ്പെട്ടവർക്ക് മാത്രം അനുഗ്രഹം ചൊരിയുന്നവൻ എന്നാണ്. അത് പരലോകത്ത്. ഇങ്ങനെയാണ് സാധാരണയായി പറയപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ ആഴത്തിലുള്ള മറ്റൊരു തലത്തെ കൂടി അന്വേഷിക്കുകയാണ്. ബിസ്മി, അത് 3 വാക്കുകളാണത്. ഒന്ന് ബ എന്ന വാക്കാണ്, രണ്ടാമത്തത് സീനാണ്, സ എന്ന വാക്ക്, മൂന്നാമത്തത് മീമാണ്, മ എന്ന വാക്ക്. ബ എന്ന വാക്കിന് സൂഫികൾ ബ എന്ന വാക്കിൻ്റെ പൊരുളിലേക്ക് ചെന്ന് സൂഫികൾ പറയുന്ന, ജ്ഞാനികൾ പറയുന്ന, നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു കവാടം തുറന്നു തരുന്ന ആ ബഅടങ്ങിയിരിക്കുന്ന വാക്ക് ബഖാ എന്ന വാക്കാണ്. ബഖാ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ സൂഫി ഈ വചനധാരകളിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 വാക്കാണ്, ഫനാവും ബഖാവും. ആത്മവിലയനവും അവശേഷിക്കലും. അതിൻ്റെ ആ ആത്മസ്വത്വത്തിൻ്റെ ആ ദൈവികതയിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷമുള്ള ആ ദിവ്യമായ അവശേഷിക്കലിനെയാണ്, ദിവ്യമായ ബാക്കിയാകലിനെയാണ് നമ്മൾ ബഖാ എന്ന് പറയുന്നത്. ആ ബഖാഇനെ സൂചിപ്പിക്കുന്നു ബ എന്ന വാക്ക്. അത് അവശേഷിക്കുന്നു. ആ പരമമായ പൊരുൾ മാത്രം അവശേഷിക്കുന്നതിലേക്കുള്ള സൂചകമാണ് ആ ബ എന്ന വാക്ക്. ഹസ്രത്ത് അലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബഇനെക്കുറിച്ച്, ആ ബഇൻ്റെ പുള്ളിയെക്കുറിച്ച്. ബ എന്ന അക്ഷരം എഴുതുന്നത് അതിനടിയിലൊരു ബിന്ദു രേഖപ്പെടുത്തും, ഒരു പുള്ളി. അറബി ഭാഷ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു പുള്ളിയിൽ അത്രത്തോളം ആഴങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രാത്രി മുതൽ പ്രഭാതം വരെ പറഞ്ഞാലും തീരാത്ത അനന്തമായ സാഗരങ്ങൾ ഒരു പുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആത്മജ്ഞാനികളുടെ അകമേ വിരിയുന്ന ജ്ഞാന പ്രവാഹമാണത്. അത്തരത്തിൽ ഒരുപാട് തലങ്ങളെ ഇതിൻ്റെ അകമേ
ജ്ഞാനികൾക്ക് വായിക്കാൻ കഴിയും, അറിയാൻ കഴിയും. ഇവിടെ പറയുന്നത് ആ ബഖാഇൻ്റെ ബ ആണ്. രണ്ടാമത്തത് സീനാണ്. സീൻ എന്നത് സിറാണ്. സാമാന്യമായി പ്രാഥമികമായി സൂഫി വഴികൾ അറിയുന്നവർക്ക് പോലും അത് മനസ്സിലാകുന്നതാണ്. സീൻ സിറിൻ്റെ പ്രതീകമാണ്. യാസീൻ, ഹേ ആത്മരഹസ്യമേ എന്നാണ് നമ്മുടെ സൂഫി ഭാഷ. ആ സിറിനെയാണ്, രഹസ്യത്തെയാണ്, ആ പൊരുളിനെയാണ്. മീം എന്നത് സൂഫി തലത്തിൽ അത് മുഹമ്മദിനെ പ്രതിനിധീകരിക്കുന്നു, മഹബത്തിനെ പ്രതിനിധീകരിക്കുന്നു, മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു, മനുഷ്യൻ്റെ രഹസ്യമായ ആ ദിവ്യ പ്രണയത്തെ പ്രതിനിധീകരിക്കുന്നു. ആ പ്രണയ രഹസ്യത്തിൻ്റെ അവശേഷിക്കലാണ് ബിസ്മി. ആ പ്രണയ രഹസ്യം ഏതാണ്? അത് ബിസ്മില്ലാഹ്, അള്ളാഹുവാണ്. ആ പരമപ്രണയമായ അള്ളാഹു മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് സദാ സുബോധ്യമാകുന്നവനാണ് സൂഫി. അവൻ്റെ വഴിത്താരയിൽ നിതാന്തമായിട്ടുള്ള ബസ്മലത്ത്, ബിസ്മിയെ അങ്ങനെയാണ് പറയും. ആ ബിസ്മി അവനെ നിതാന്തമായി ഓരോ കാൽവെപ്പിലും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രണയരഹസ്യത്തെ. ആ പ്രണയരഹസ്യത്തിൻ്റെ പൊരുളിൽ ആ പ്രണയഭാജനം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ പ്രണയഭാജനം മാത്രമേ ബാക്കിയുള്ളൂ, നീ ഇല്ലാത്തതാണ്. ഈ അനുരാഗിയും അനുരാഗവും പരമപ്രണയഭാജനം മാത്രം ബാക്കിയാക്കുന്ന ആ പ്രകാശപൂർണതയിലേക്കുള്ള വഴിയാത്രികർ, ആ പ്രകാശപൂർണതയിലേക്കുള്ള ക്ഷണിക ബിന്ദുക്കൾ മാത്രമെന്ന് സദാ സുബോധ്യപ്പെടുത്തുന്നതാണ് ബിസ്മി. ഇതിങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുകയല്ല, അതിൻ്റെ സൂചനകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്വേഷികൾക്ക്, ആത്മാന്വേഷണ ഹൃദയമുള്ളവർക്ക് സൂചനകൾ ധാരാളമാണ്. പിന്നെ അർ റഹ്മാൻ അർ റഹീം, രണ്ട് കാരുണ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ രണ്ട് വഴികളെയാണ് ഇതിൽ പറയുന്നത്. അതിലൊന്ന് ആ പ്രകാശ വഴിയിലേക്ക് ഗമിക്കുന്നവർക്കും പദാർത്ഥത്തിൽ അഭിരമിക്കുന്നവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവനാണ് അർ റഹ്മാൻ. ഈ പ്രാപഞ്ചികതയിലെ അനുഗ്രഹവർഷത്തെ, ഈ പ്രാപഞ്ചിക ബോധത്തിലിരിക്കുന്നവർക്ക് സദാ അനുഗ്രഹത്തിൻ്റെ മഴവർഷത്തെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ആ പരമപ്രണയഭാജനം. അതവനിലേക്ക്, അവൻ്റെ അനുഗാമികളായവർക്കും അവൻ്റെ അനുരാഗികളായവർക്കും അവനിൽ നിന്ന് വഴിതെറ്റി പദാർത്ഥ മോഹങ്ങളിൽ, ദേഹകാമനകളിൽ അഭിരമിക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹം വർഷിക്കുന്നവനാണവൻ. അതാണ് അർ റഹ്മാൻ. അത് അനുഗ്രഹത്തിൻ്റെ ഒരു വസന്ത വഴിയാണ് എല്ലാത്തിനെയും. ആ അനുഗ്രഹം കൊണ്ടാണ് എത്ര വഴിതെറ്റിയവനെയും ആ പ്രകാശത്തിലേക്ക് ആനയിച്ച് ആശ്ലേഷിച്ച് കൊണ്ടുവരുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ സൂക്ഷ്മ വഴികളാണ്. ആ അനുഗ്രഹത്തിൻ്റെ നിത്യമായ വഴി അത് തന്നെയാണ്, റഹ്മത്താണ്, കൃപയാണ്, അനന്തമായ കൃപയാണ്, അനന്തമായ കരുണയാണത്. അടുത്തത് അർ റഹീം എന്നതാണ്. അർ റഹീം എന്നത് ആ പ്രകാശപൂർണതയിൽ അണഞ്ഞ് പ്രകാശമായി തീർന്നവർക്ക് ലഭിക്കുന്ന ആ സച്ചിദാനന്ദത്തെ, ആനന്ദഹർഷത്തെ നിത്യമായി പകർന്നു നൽകുന്നവനും അവനാണ്. ആ പ്രകാശപൂർണതയിലേക്ക്, ആ പ്രകാശ വഴികളിൽ നിന്ന് വഴിതെറ്റാതെ ആ പ്രകാശത്തിൽ അണഞ്ഞ് അതിലലിഞ്ഞതിന് ആ നിത്യമായ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ ആനന്ദവർഷം നൽകുന്നവനും അതേ അള്ളാഹുവാണ്. ആ നാഥനെ, ആ ഹൃദയനാഥനെ, ആ ആത്മനാഥനെ, ആ പ്രണയരഹസ്യം സർവമായി പരമമായി അവശേഷിക്കുന്ന, പരമമായി ബാക്കിയാകുന്ന, അത് മാത്രമായി തീരുന്ന ആ പരമ പ്രണയഭാജനത്തിൻ്റെ, ആ പരമ്പൊരുളിൻ്റെ രണ്ട് അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ കൈവഴികളെ ഹൃദയത്തിൽ വിശദമാക്കിക്കൊണ്ട്, ഹൃദയത്തിൽ അനുഭവസ്ഥമാക്കിക്കൊണ്ടാണ് ഈ ബസ്മലത്ത് തുടരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹം.